ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് കുടുംബത്തെക്കുറിച്ച് സ്വല്പം ചിന്തിക്കാം. എന്താണ് കുടുംബം എന്ന് പറഞ്ഞാൽ? കൂടുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പം, അതാണ് കുടുംബം. പൊതുവെ പറയപ്പെടുന്നതാണ്, നമ്മളെല്ലാം കേട്ടിട്ടുള്ളതും അങ്ങനെയാണ്. കൂടുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പം, അതാണ് കുടുംബം. ദൈവം തൻ്റെ പ്ലാനും പദ്ധതിയും അനുസരിച്ചിട്ട് രൂപപ്പെടുത്തിയതാണ് കുടുംബം. സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് കുടുംബം എന്ന് പറയുന്നത്. മനുഷ്യൻ മനുഷ്യനാകുന്നത് ദൈവത്തിൽ നിന്ന പോലെ കുടുംബം കുടുംബമാകുന്നത് ദൈവത്തിൽ നിന്നാണ്. ദൈവം കുടുംബത്തെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ദൈവത്തിനായ ഈശോ കുടുംബത്തിൽ ജനിച്ചത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് കുടുംബങ്ങളെല്ലാം വഴിയാധാരമായി കൊണ്ടിരിക്കുകയാണ്. മാതാപിതാക്കന്മാർ തമ്മിൽ കലഹിക്കുന്നു, മക്കളും മാതാപിതാക്കളും തമ്മിൽ കലഹിക്കുന്നു, മാതാപിതാക്കൾ തമ്മിൽ സംസാരമില്ല, രണ്ട് മുറികൾ കിടന്നുറങ്ങുന്നു, രണ്ട് അടുക്കള, രണ്ട് ഭക്ഷണം, സഹോദരങ്ങൾ തമ്മിൽ കലഹം, പരസ്പരം മിണ്ടാട്ടമില്ലായ്മ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായ മക്കള്, പിന്നെ ഭവനമില്ലാത്ത അവസ്ഥ, മക്കൾക്ക് വിവാഹം നടക്കാത്ത അവസ്ഥ, വിവാഹം നടന്ന മക്കൾക്ക് കുട്ടികളില്ലാത്ത അവസ്ഥ, അടമാറ്റലുകൾ, നിരവധി പ്രശ്നങ്ങൾ, അമ്മായിയമ്മ, മരുമകൾ പോലെ അങ്ങനെ വിവിധ കാരണങ്ങളാൽ കുടുംബങ്ങൾ ശിഥിലീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം അവന് ഭൂമിയിൽ ഒരേ ഒരു ജീവിതമേ ഉള്ളൂ. ആ ജീവിതത്തിലെ ഏറ്റവും ഉന്നതവും ഉത്കൃഷ്ടമായ ഘടകമാണ് കുടുംബം എന്ന് പറയുക. ഒരു മനുഷ്യൻ അവന് അടിസ്ഥാനപരമായ കാര്യങ്ങൾ കിട്ടുന്നതും അവൻ മനസ്സിലാക്കിയെടുക്കുന്നതും എല്ലാം കുടുംബത്തിൽ നിന്നാണ്. കുടുംബത്തെക്കുറിച്ച് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 2205 ഭണ്ണിയേരി പ്രകാരം പറഞ്ഞു വെച്ചിട്ടുണ്ട്, വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ക്രൈസ്തവ കുടുംബം എന്ന് പറയുന്നത് വ്യക്തികളുടെ കൂട്ടായ്മയാണ്. പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലുമുള്ള ഐക്യത്തിൻ്റെ അടയാളവും പ്രതിരൂപവുമാണ്. അതിൻ്റെ സന്താനാത്മകപരവും വിദ്യാഭ്യാസപരമായ പ്രവൃത്തി പിതാവായ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തെ ഓർമ്മിപ്പിക്കും. ക്രിസ്തുവിൻ്റെ ബലിയിലും അനുദിന പ്രാർത്ഥനയിലും പങ്കെടുക്കുവാൻ കുടുംബങ്ങൾ വിളിക്കപ്പെട്ടിരിക്കും. അനുദിന വചനവായനയും എല്ലാം അതിനെ ശക്തിപ്പെടുത്തുക, സ്നേഹത്തിൽ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുക. കുടുംബം എന്ന് പറയുന്നത് സുവിശേഷ പ്രഘോഷകയും പ്രേക്ഷിതയുമാണ് എന്ന് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അമേരിക്കയുടെ മുൻ പ്രസിഡന്റായിരുന്ന റൂസ്വെൽറ്റ്, അദ്ദേഹം കുടുംബത്തെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: അതായത് ദൈവത്തിൻ്റെ ആന്തരിക സത്തയായ സ്നേഹം പങ്കുവയ്ക്കുന്നതും ഉൾക്കൊള്ളുന്നതെല്ലാം കുടുംബങ്ങളിലാണ്. അതുകൊണ്ട് കുടുംബം ഭൂമിയിലെ സ്വർഗം എന്ന് അവകാശപ്പെടുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 26-ാം തിരുവചനം പ്രകാരം പറഞ്ഞു വെച്ചിട്ടുണ്ട്: ദൈവമായ കർത്താവ് അരുളിച്ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. വീണ്ടും ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 18 മുതൽ 23 വരെ തിരുവചനങ്ങളിൽ പറഞ്ഞു വെച്ചിരിക്കുന്നു: ദൈവമായ കർത്താവ് അരുളിച്ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. ദൈവമായ കർത്താവ് കോഴിയിൽ നിന്നും ആകാശത്തിലെ പക്ഷികളെയും ഭൂമിയിലെ സകല മൃഗങ്ങളെയും സൃഷ്ടിച്ച് മനുഷ്യൻ അവയ്ക്ക് എന്ത് പേര് നൽകും എന്ന് അറിയുവാൻ വേണ്ടി അവയെല്ലാം അവൻ്റെ മുൻപിൽ കൊണ്ടുവന്നു. അവൻ വിളിച്ചതെല്ലാം അവയ്ക്ക് പേരായി തീർന്നു. ആകാശത്തിലെ സകല പക്ഷികൾക്കും വയലിലെ മൃഗങ്ങൾക്കും എല്ലാ കന്നുകാലികൾക്കും അവൻ പേരിട്ടു. എന്നാൽ തനിക്ക് ഇണങ്ങിയ ചേർന്ന ഇണയെ കണ്ടെത്തിയില്ല. അപ്പോൾ ദൈവമായ കർത്താവ് അവനെ ഗാഠനിദ്രയിലാക്കി അവൻ്റെ വാരിയലിൽ നിന്നും ഒരു വാരിയലെടുത്ത് അവിടെ മാംസം കൊണ്ട് മൂടി ഒരു സ്ത്രീക്ക് ജന്മം നൽകി. ആ വാരിയല് കൊണ്ട് സ്ത്രീക്ക് ജന്മം നൽകി. അങ്ങനെ വാരിയല് കൊണ്ട് സ്ത്രീക്ക് ജന്മം നൽകിയതിനു ശേഷം ആ സ്ത്രീയെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ അവൻ പറഞ്ഞു: ഇതാ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും നരനിൽ നിന്നെടുക്കപ്പെട്ടത് കൊണ്ട് അവൾ നാരി എന്ന് വിളിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഹവ്വായെ ദൈവം ആദത്തിന് ദാനമായി നൽകിയത്. ദൈവമാണ് കുടുംബം സൃഷ്ടിച്ചത്.
അവനെ ദാനമായി നൽകിയപ്പോൾ തന്നെ ദൈവം കുടുംബം സൃഷ്ടിച്ചു. ഭാര്യയിൽ നിന്നും ആദത്തെ സൃഷ്ടിച്ചപ്പോൾ സൃഷ്ടിച്ച് അവന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ അവൻ പൂർണ്ണ സംതൃപ്തനായി. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 4, 5, 6 തിരുവചനങ്ങൾ ഇപ്രകാരം പറഞ്ഞു വെച്ചിരിക്കുന്നു. അവൻ മറുപടി പറഞ്ഞു, സൃഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു എന്ന്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏക ശരീരമാണെന്ന് അവിടുന്ന് അരുളിച്ചെയ്തിട്ടുണ്ടല്ലോ, നിങ്ങൾ വായിച്ചിട്ടില്ലേ? തന്മൂലം പിന്നീട് അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കും. ദൈവമായ കർത്താവ് പറഞ്ഞു, മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. വീണ്ടും ഒരു കാര്യം കൂടി ദൈവമായ കർത്താവ് പറഞ്ഞു, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കും. പ്രിയപ്പെട്ടവരെ, ആദ്യ സ്ത്രീ പുരുഷ സംഗമത്തെ വളരെ മനോഹരമായിട്ടാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുക. ആദത്തിന്റെ ഭാര്യയിലെടുത്ത് ദൈവം ഹവ്വായെ സൃഷ്ടിച്ചു. ഇതിൽ നിന്ന് നമുക്ക് ധാരാളം പഠിക്കുവാനുണ്ട്. അതായത് മാരിയല എന്ന് പറയുന്നത് സ്ത്രീയുടെ പ്രതീകമാണ്. ഹൃദയം എന്ന് പറയുന്നത് പുരുഷന്റെ പ്രതീകമാണ്. അപ്പോൾ ഈ സ്ത്രീയാകുന്ന വാരിയല് പുരുഷനാകുന്ന ഹൃദയത്തെ ചേർത്ത് നിർത്തുന്നു. ഹൃദയമാകുന്ന പുരുഷൻ സ്ത്രീയാകുന്ന വാരിയലിനോട് ചേർന്ന് നിർത്തുന്നു. അവർ തമ്മിൽ ഇണക്കമില്ല, പിണക്കമില്ല. ഇണക്കം മാത്രമേ ഉള്ളൂ, പിണക്കമില്ല. ചേർത്ത് നിർത്തലുകൾ മാത്രമേ ഉള്ളൂ. അടുപ്പമുണ്ട്, അകൽച്ചയില്ല. പ്രിയപ്പെട്ടവരെ, ഈ ചേർത്ത് നിർത്തലും പൂർത്തിയാകുമ്പോഴാണ് ദാമ്പത്യം പൂർത്തിയാകുക. ചേർത്ത് നിർത്തലും പൂർത്തിയാകലും ഇല്ലാതാകുമ്പോൾ ദാമ്പത്യം വിവർണമാകുക. മനസ്സുകൾ അടുക്കുമ്പോൾ ദാമ്പത്യം തളർത്തുന്നു, മനസ്സുകൾ അകലുമ്പോൾ ദാമ്പത്യം തകർന്നു പോകുന്നു. ജയച്ച് പേര് പ്രകാരം പറയുന്നുണ്ട്, there is no place like home. ഭവനം പോലെ മറ്റൊരിടമില്ല. ഭവനം പോലെ മറ്റൊരിടമില്ലെന്ന് ജയച്ച് പേര് എന്ന വ്യക്തി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. എന്താണ് പ്രിയപ്പെട്ടവരെ ഭവനവും വീടും തമ്മിലുള്ള വ്യത്യാസം? വീടെന്ന് പറഞ്ഞാൽ കല്ല്, മണല്, സിമന്റ്, കമ്പി എന്നിവയൊക്കെ പണിയാം. എന്നാൽ ഭവനം പണിയുന്നത് അവിടെ താമസിക്കുന്ന വ്യക്തികൾ. നമ്മുടെ കുടുംബങ്ങൾ പണിയേണ്ടത് നമ്മളാരുമല്ല നമ്മുടെ കുടുംബങ്ങൾ പണിയേണ്ടത്. ദൈവമാണ് നമ്മുടെ കുടുംബങ്ങൾ പണിയേണ്ടത്. ദൈവം നമ്മുടെ കുടുംബം പണിതില്ലെങ്കിൽ കുടുംബങ്ങൾ തകർന്നു. സങ്കീർത്തനം 127 അധ്യായം 1-ാം തിരുവചനം ഇപ്രകാരം പറഞ്ഞു വെച്ചിരിക്കുന്നു, കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നില്ലെങ്കിൽ. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് ആഗ്രഹിച്ചതുപോലെ എല്ലാ കുടുംബങ്ങളും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ വളരാനും സമൃദ്ധമായ അനുഗ്രഹങ്ങൾ കുടുംബങ്ങളിൽ ഉണ്ടാകുവാനും എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കുവാനും വേണ്ട കൃപയ്ക്കായിട്ടും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സർവേശ്വരോട് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കും.